പരീക്ഷണം ഒരുപാട് നടത്തിയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ പിടിച്ചുള്ള പരീക്ഷണം ഇതാദ്യമായിട്ടാണ്. ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. ഒരു വലിയ സവാള നല്ല നേരിയായിട്ട് അരിഞ്ഞതും പയ്യെ തട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചെടുത്ത് അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. വേണേൽ ഈ സമയത്ത് ഇച്ചിരി ഉപ്പിടാവേ, ഞാനിട്ടില്ല. പയ്യെ നന്നായി ഇത് വാട്ടിക്കൊടുക്കുക. അതവിടെ കിടന്ന് വാടട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിന് ഡോ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തത് മൈദയാണേ. മൈദ ഞാനൊരു 3-4 തവി, ഒരു വലിയ തവി തന്നെ എടുത്തു. ഒട്ടും കുറയ്ക്കേണ്ട. അതിലേക്ക് ഇച്ചിരി ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും, തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് പയ്യെ പയ്യെ ചേർത്ത് നന്നായി അങ്ങ് കുഴച്ചെടുക്കണം. ദേ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കുമല്ലോ, അതുപോലൊക്കെ അങ്ങനെ കുഴച്ചെടുക്കുക. അങ്ങനെ ഇതിവിടെ സെറ്റായപ്പോഴേക്കും നമ്മുടെ സവാള അവിടെ നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഇതിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ചിക്കൻ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് ഇട്ട് പുഴുങ്ങിയതാണ് നല്ല പിച്ചി കീറി നമ്മൾ ഇതേ കണക്കിനാക്കി ഇതിലേക്ക് ഇടണം. എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഡ്രൈ ആക്കി എടുക്കണേ. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഡോ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ്സോ വേറെ എന്തെങ്കിലും അച്ചു വെച്ച് നമുക്ക് കുറച്ച് വട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിൽ ഓരോ വട്ടവും എടുത്ത് അതിൻ്റെ നടുക്ക് നമ്മുടെ ഈ ഡ്രൈ ഫില്ലിങ് ചേർത്ത് സൈഡ് നമ്മൾ പയ്യെ പയ്യെ ലോക്ക് ചെയ്ത് മെടഞ്ഞെടുക്കണം. മെടഞ്ഞെടുക്കാമെന്ന് നമ്മളൊരു പറയുക, എനിക്കറിയില്ല. എന്നിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്കിത് ഓരോന്നോരോന്നായി വറുത്ത് കോരി എടുക്കാം. സംഭവം എന്തായാലും ഞാൻ പേടിച്ച പോലെ എണ്ണയിലിട്ടപ്പോൾ ഇത് പൊട്ടിപ്പൊടിഞ്ഞൊന്നും പോയില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷണം ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. എനിക്കിതിനെ നമ്മുടെ സമൂസയുടെ അനിയനായിട്ട് കൂട്ടാനാണ് താല്പര്യം. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് അറിയാലോ. എനിവേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു പരീക്ഷണം കൂടി വിജയിച്ചിരിക്കുന്നു.